ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ സാംസങ്ങിന്റെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ്ങിന്റെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്, കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഇപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 6250 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് M05 എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം അവൈലബിൾ ആണ്. ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്, HD റെസൊല്യൂഷൻ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. മീഡിയ ടെക്കിന്റെ ഹീലിയോ G85 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ 25 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. M05 ഇപ്പം 6250 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. ഇതേ ഫീച്ചേഴ്സുമായിട്ട് F05 എന്ന ഫോൺ വരുന്നുണ്ട്, പക്ഷെ വില കാണിക്കുന്നത് 6900 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. അപ്പം ഏതിനാണ് വില കുറവ് എന്ന് വെച്ചാൽ ഒരു ഫോൺ സെലക്ട് ചെയ്യാം. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ M14 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഫുൾ HD റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് എക്സ്ട്രാ ലഭിക്കുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 13 മെഗാ പിക്സൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സെൽഫി ക്യാമറ വരുന്നുണ്ട്. സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ബാക്ക് ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. M14 എന്നുള്ള സ്മാർട്ട് ഫോൺ 8000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഇതേ ഫീച്ചേഴ്സുമായിട്ട് F14 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്, പക്ഷെ വില ഇപ്പം 8800 രൂപ പ്രൈസ് റേഞ്ചിലാണ് കാണിക്കുന്നത്. ഇതിനാലും വില കുറവ് എന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 11000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് M15 അല്ലെങ്കിൽ F15 5G എന്നീ ഫോണുകൾ കൺസിഡർ ചെയ്യാം. 5G ഫോണുകളാണ്. അതും 11000 രൂപ പ്രൈസ് റേഞ്ച് മുതൽ തന്നെ നമുക്ക് 5G ഫോണുകൾ കിട്ടുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പോൾ എക്സ്ട്രാ ആയിട്ട് എന്തൊക്കെ ലഭിക്കുന്നു എന്ന് വെച്ചാൽ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ നമുക്ക് എക്സ്ട്രാ ലഭിക്കുന്നുണ്ട്. പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള മീഡിയ ടെക് ഡിമെൻസിറ്റി 6100+ എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 50+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. 6000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. ഈ രണ്ട് ഫോണുകളും 11000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് അവൈലബിൾ ആണ്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 15000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് M35 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് പഞ്ചോൾ ഡിസൈൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. ഇവിടുന്ന് മുതൽ പറയുന്ന ഫോണുകളിലൊക്കെ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ ഫോണിന്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ വരുന്നുണ്ട്. Exynosന്റെ 1380 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ക്യാമറയിൽ 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. ഇപ്പം ഇതിൽ മെയിൻ ക്യാമറ സെൻസറിൽ OISന്റെ സപ്പോർട്ടും ഉണ്ട്. എക്സ്ട്രാ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വന്നിട്ടുണ്ട്. പിന്നെ 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 6000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. ഈ ഒരു ഫോൺ 15000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 20500 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് F55 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇപ്പം സിമിലർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്, പക്ഷേ സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ സെയിം ആയിട്ടുള്ള ബാക്ക് ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. ഫ്രണ്ടിൽ 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി വരുന്നുള്ളൂ, പക്ഷേ 45 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് വരുന്നുണ്ട്. F55 എന്നുള്ള സ്മാർട്ട് ഫോൺ 20500 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. ഇതേ സെയിം ഫീച്ചേഴ്സുമായിട്ട് M55S എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്, പക്ഷേ വില കാണിക്കുന്നത് 21000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. അപ്പം ഏതിനാണ് വില കുറവ് എന്ന് വെച്ചാൽ ഒരു ഫോൺ സെലക്ട് ചെയ്യാം. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 27000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് S21 FE എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം 6.4 ഇഞ്ചിന്റെ ഡിസ്പ്ലേ സൈസാണ് വരുന്നത്. പിന്നെ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 12+8+12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പോൾ ടെലിഫോട്ടോ ലെൻസ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. പിന്നെ 4500 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 27000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 36500 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് S23 FE എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്, പക്ഷേ Exynosന്റെ 2200 എന്നുള്ള പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ 50+8+12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയൊക്കെയാണ് വരുന്നത്. പിന്നെ സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പ് ആണ് വരുന്നത്. 36500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 42600 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് S23 വരുന്നുണ്ട്. അപ്പം ഇതിൽ 6.1 ഇഞ്ചിന്റെ ഡിസ്പ്ലേ സൈസാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ്.
പിന്നെ 50+10+12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 3900 mAh ബാറ്ററി വരുന്നുള്ളൂ. ആ ബാറ്ററി കപ്പാസിറ്റി കുറവാണ്, ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. 42,600 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം ഈ ഫോൺ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകളാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പം S24 സീരീസിൽ വരുന്ന ഫോണുകൾ വരുന്നുണ്ട്. ഇതിൽ S24 എന്നുള്ള സ്മാർട്ട് ഫോൺ 51,000 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. ഇപ്പം 6.2 ഇഞ്ചിന്റെ ഡിസ്പ്ലേ സൈസ് ആണ് ഇതിൽ വരുന്നത്. എക്സിനോസിന്റെ 2400 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 4500 mAh ബാറ്ററി വരുന്നുണ്ട്. പിന്നെ 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജ് സപ്പോർട്ട് ഒക്കെ തന്നെയാണ് വരുന്നത്. 51,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ S24 പ്ലസ് വരുന്നുണ്ട്. അതിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് 6.8 ഇഞ്ചിന്റെ ക്വാഡ് HD+ ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4900 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് S24 ഇതുപോലെ തന്നെയാണ് വരുന്നത്. 60,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഫോണുകളിലൊക്കെ എക്സിനോസിന്റെ പ്രോസസ്സറാണ് വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് എക്സിനോസിന്റെ പ്രോസസ്സറിൽ താല്പര്യമില്ല, നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗന്റെ പ്രോസസ്സർ വേണം, പക്ഷേ 1,00,000 രൂപ പ്രൈസ് റേഞ്ചിൽ S24 അൾട്ര എടുക്കാനും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ 75,000 രൂപ പ്രൈസ് റേഞ്ചിൽ S23 അൾട്ര നോക്കാവുന്നതാണ്. അപ്പം ഇതിൽ 6.8 ഇഞ്ചിന്റെ ക്വാഡ് HD+ AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ Agent 2 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 200+10+10+12 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറ സെറ്റപ്പും 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 75,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ സാംസങ്ങിന്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ S24 അൾട്ര 1,00,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇപ്പോൾ സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്, പക്ഷേ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ Agent 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ 200+12+50+10 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ആയിട്ടുള്ള സെൽഫി ക്യാമറയും ബാറ്ററി സെറ്റപ്പ് ഒക്കെ തന്നെയാണ് വരുന്നത്. 1,00,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ചില ആൾക്കാർക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ വേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് ഫ്ലിപ്പ് ഫോണുണ്ട്, അതുപോലെ തന്നെ ഫോൾഡ് ഫോണുണ്ട്, അതായത് വലിയ ഫോൾഡ് ഫോൺ. ഇപ്പോൾ ഫ്ലിപ്പ് ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 60,000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് Z Flip 5 എന്ന ഫോൾഡബിൾ ഫോൺ വരുന്നുണ്ട്. ഇത് കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാഫിലായിട്ട് 3.4 ഇഞ്ചിന്റെ ഒരു ചെറിയ AMOLED ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ Agent 2 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 12+12 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 10 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 3700 mAh ബാറ്ററി വരുന്നുള്ളൂ, ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 60,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ Z Flip 6 എന്ന ഫോൾഡബിൾ ഫോൺ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് 87,000 രൂപ പ്രൈസ് റേഞ്ചിൽ. സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്, പക്ഷേ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ Agent 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 50+12 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 10 മെഗാ പിക്സൽ സെൽഫി ക്യാമറ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 4000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 87,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ വലിയ ഫോൾഡബിൾ ഫോൺ വേണം എന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് 95,000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് Z Fold 4 എന്ന ഫോൾഡബിൾ ഫോണാണ്. ഇതിൽ 7.6 ഇഞ്ചിന്റെ ക്വാഡ് HD+ AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് ഒരു ഹാഫിലായിട്ട് 6.2 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് ഇതിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+10+12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും പിന്നെ ഒരു ഡിസ്പ്ലേയിൽ 4 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഒരു ഡിസ്പ്ലേയിൽ 10 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ ഉള്ളിൽ അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറയ്ക്കാണ് വരുന്നത്. പിന്നെ 4400 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. 15 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ 95,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വേണമെന്നുണ്ടെങ്കിൽ സാംസങ് Z Fold 6 എന്ന ഫോൾഡബിൾ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. 1,37,400 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. പുറത്തുള്ള ഡിസ്പ്ലേയുടെ സൈസ് 6.3 ഇഞ്ച് വരുന്നുണ്ട് എന്നേ ഉള്ളൂ. പിന്നെ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ Agent 3 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പും ബാറ്ററി സെറ്റപ്പ് ഒക്കെ തന്നെയാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു ഫോൺ ഏകദേശം 1,37,400 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഇപ്പം അവൈലബിൾ ആണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ജനുവരി 22 S25 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ S25 സീരീസിന് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണും കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ S24 സീരീസിന് പകരം അതും നോക്കാവുന്നതാണ്. പക്ഷേ ജനുവരി 22 ലോഞ്ച് ചെയ്യുന്നത്. അപ്പം സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഫെബ്രുവരിയും ആവുന്നതായിരിക്കും. അപ്പം പറ്റുന്നുണ്ടെങ്കിൽ അതും നോക്കാം.
അപ്പം ഇതൊക്കെയാണ് സാംസങ്ങിന്റെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇപ്പോൾ ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.